ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇന്ന് അടിപൊളി ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായും കാണാം. നമുക്ക് ഇന്ന് കുറച്ച് അടിപൊളി ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് എങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് തയ്യാറാക്കാൻ നോക്കാം. നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് പൊടികളെല്ലാം ഇട്ട് കൊടുത്തിരിക്കുകയാണ് എണ്ണയിൽ. അതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും അതുപോലെ തക്കാളി എല്ലാം ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് ബീഫ് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കുക ഇതുപോലെയാണ്. അപ്പോൾ നമ്മളെ എണ്ണയിൽ പൊടികളെല്ലാം വഴറ്റുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയും വരും. അങ്ങനെ അതൊക്കെ ഒരു 5 മിനിറ്റ്, ഒരുപാട് അങ്ങ് വഴറ്റണമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ച് 2-3 വിസിലടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ബീഫ് വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് പത്തിരിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. അറഫ നോമ്പിൻ്റെ നമുക്കിന്ന് നോമ്പൊക്കെയാണ്. അപ്പോൾ പത്തിരിയും ബീഫ് കറിയുമാണ്. ബീഫ് വരട്ടിയത് അടിപൊളി ടേസ്റ്റോടു കൂടെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പൊടിയൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ പെട്ടെന്ന് ചൂടോടുകൂടെ തന്നെ അതൊന്ന് ശരിയാക്കി എടുക്കുകയാണ്. ചൂടാറിയതിൻ്റെ മുമ്പ് തന്നെ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കുഴച്ച് ശരിയാക്കിയൊക്കെ ചെറിയ ബോളാക്കി വെച്ചതിന് ശേഷം നമ്മളൊക്കെ പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളെ പത്തിരിയും ബീഫ് കറിയും ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പൊള്ളം വരുന്നുണ്ട്. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ പരത്തി എടുക്കണത്. അപ്പോൾ നന്നായി കുഴച്ചാൽ തന്നെ നന്നായി പൊള്ളം വരും. അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്ത് തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും എല്ലാം ഇട്ട് കൊടുത്ത് ബീഫ് കറിയിലേക്ക് ഇടുകയാണ്. നല്ല ടേസ്റ്റും മണവും രുചിയോടുകൂടെ തന്നെ നമ്മളെ ബീഫ് വരട്ടി ശരിയായിട്ടുണ്ട്. നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഒരു 9 മണിക്കന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പം നല്ല നിലാവ്, ചെറിയ തോതിൽ മഴക്കാറും ഒക്കെ ഉണ്ട്. കാർമേഘങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നിടയിൽ നമ്മളെ ചന്ദ്രനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ആ സമയത്താണ് നമ്മളെ മിന്നാമിനിങ്ങ് കൂട്ടമായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസിലൊന്നും ശരിക്കും കാണുന്നില്ല, പക്ഷേ എങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ. ഈ സമയത്തൊന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ പ്രകൃതിയിലെ ഓരോ കാഴ്ചകളും നമ്മളെ തവളയുടെ കരച്ചിലും ചീവീടിൻ്റെയൊക്കെ നല്ല രസമുള്ള ശബ്ദങ്ങളാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.